ഗുഡ് മോർണിംഗ് ഓൾ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ലാസ്സൊക്കെ ഉഷാറായി പോകുന്നില്ലേ? ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറിയ ഒരു ചാപ്റ്ററും മറ്റൊരു ചാപ്റ്ററിൻ്റെ പകുതിയാണ്. അതായത് ചെറിയ രണ്ട് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ എന്താണെന്ന് തോന്നും. അതായത് ഒരു 3 പേജാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 22 മിനിറ്റിൽ കൂടുതൽ ഉണ്ടാവില്ല. ഓക്കെ, തൽക്കാലം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമുക്ക് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സിലേക്ക് നേരെ ഡിസ്കഷൻ കൊണ്ടുപോകാം. എന്താണ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ്? പേര് കേട്ടിട്ട് ചിരിക്കൊന്നും വേണ്ട. സാധാ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്താണെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ഞാൻ നിങ്ങളോട് പറയാണ്, നിൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് കേടുവരികയാണെങ്കിൽ അതിന് ഞാൻ എനിക്ക് എന്ത് ചെയ്യുക, ഒരു 10,000 രൂപ തരാം എന്ന് പറയാണ്. എപ്പോഴാണ് എനിക്ക് ഞാൻ തരിക? നിങ്ങളുടെ നിങ്ങളെ മൊബൈൽ ഫോണ് കേടുവന്നാൽ തരാമെന്നല്ല. അപ്പോൾ എന്താ സംഭവം? ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചാൽ മാത്രമേ കണ്ടിജൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു കോൺട്രാക്റ്റ് ഞാൻ എന്ത് ചെയ്യുള്ളൂ, പെർഫോം ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിനൊക്കെ നമുക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇൻഷുറൻസൊക്കെ അതിനൊരു സാധ്യത ഇല്ലേ എന്നുണ്ടല്ലേ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷുറൻസ് ഇതിൽ വരുമോ ഇല്ലേ എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ നമുക്കിനി സെക്ഷൻ 31 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഒന്ന് വായിച്ചു നോക്കാം. എ കോൺട്രാക്ട് to do or not to do something if some event collateral to such contract does or does not happen എന്നതാണ് എന്ത് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിനെ പറ്റി പറയുന്നത്. ഒന്നർത്ഥം വെക്കാം. എ കോൺട്രാക്റ്റ്, ഒരു കോൺട്രാക്റ്റ് എന്തിനുള്ള കോൺട്രാക്റ്റാണ്? ടു ഡു, ചെയ്യാൻ, ഓർ നോട്ട് ടു ഡു സംതിങ്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ. ഇഫ് സം ഇവൻ്റ്, എങ്ങനെയാണെങ്കിൽ കണ്ടീഷനാണ്. ഇഫ് സം ഇവൻ്റ്, എന്തെങ്കിലും ഒരു ഇവൻ്റ് കൊളാജറൽ ടു സച്ച് കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിനോട് സമാന്തരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇവൻ്റ് ഡസ് ഹാപ്പൻ ഓർ ഡസ് നോട്ട് ഹാപ്പൻ. ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ, അതാണ് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുക അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുക, അതിൻ്റെ കാരണത്താൽ മറ്റൊരു കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇത്തരം കോൺട്രാക്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് പ്രൊവൈഡഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് കണ്ടിജൻറ്റ് കോൺട്രാക്ട്സ്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന പറഞ്ഞത്? ഇൻഷുറൻസ് പറയാൻ പറ്റുന്നുള്ളതാണ്. അതായത് നിങ്ങളെ വണ്ടി കയ്യിലുള്ള വണ്ടി ഇതായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് എടുക്കൂലേ? വണ്ടി എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാമെന്ന് പറഞ്ഞ്, അങ്ങനെയുള്ള കോൺട്രാക്റ്റൊക്കെ എന്താണ്? ഇൻഷുറൻസ് കോൺട്രാക്റ്റ്. നിങ്ങളെ ബുക്ക് ഇൻഷുറൻസ് കോൺട്രാക്റ്റിന് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ഡിപ്പെൻഡൻസ് ഓൺ എ ഫ്യൂച്ചർ ഇവൻറ്റ്. അതായത് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് അത് ആശ്രയിച്ചിരിക്കുന്ന എന്താണ്? ഒരു ഫ്യൂച്ചർ ഇവൻറ്റ് സംഭവിക്കുക അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുക എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് എന്താണ് ഫ്യൂച്ചർ ഇവൻറ്റ്, അതൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത്. അതൊരു സവിശേഷതയാണ്. ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ സവിശേഷത എന്താണ്? ഫ്യൂച്ചറിലൊരു കാര്യം സംഭവിക്കാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺട്രാക്റ്റ് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യേണ്ടി വരിക. പിന്നെ അൺസർട്ടൈൻ ഇവൻ്റ് ആണ്. ഫ്യൂച്ചറിലുള്ള സംഭവം എന്ന് പറയുമ്പോൾ അത് അൺസർട്ടൈൻ ആയിട്ടുള്ള ഇവൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. വണ്ടി കത്തുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയില്ലേ, നമുക്ക് ക്ലിയർ അല്ല, കൺഫേം അല്ല, അങ്ങനത്തെ ഒരു കാര്യത്തിൻ്റെ പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അതുപോലെ
അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു കൊളാറ്ററൽ ഇവൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു കാര്യം അതിന് സമാന്തരമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുക, തരാം എന്ന് പറയുന്ന ഈ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഒരു കൊളാറ്ററൽ ഇവിടെ എന്ത് ചെയ്യണം, അൺസർട്ടൻ ഫ്യൂച്ചർ ആയിട്ടുള്ള ഒരു കൊളാറ്ററൽ ഇവൻ്റ്, ഈ ഇവൻ്റ് എന്ന് പറയുന്നത് കൊളാറ്ററൽ അതിന് സമാന്തരമായിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ഒരു കോൺട്രാക്റ്റ് എന്ത് ചെയ്യണം, ഇൻസിഡൻ്റൽ ടു ദ കോൺട്രാക്റ്റിന് ഇൻസിഡൻ്റൽ ആയിട്ടുള്ളൊരു എന്ത് ചെയ്യണം, ഒരു ഇവൻ്റ് സംഭവിപ്പിക്കണം. അത് നിർബന്ധമാണ്. ഈ 3 കാര്യങ്ങളാണ് എന്ത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഇൻസിഡൻ്റലായിട്ട് സംഭവിക്കണം, യാദൃശികപരമായിട്ട് സംഭവിക്കുന്ന അൺസർട്ടൈൻ ആയിട്ടുള്ള ഫ്യൂച്ചർ ഇവൻ്റ് ഉണ്ടാവണം. അതൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂൾസ് റിഗാർഡിംഗ് പെർഫോമൻസ് ഓഫ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിനെ പെർഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള റൂൾസ് ആണ്. റൂൾസ് എന്തൊക്കെയാണ്? റൂൾസ് സെക്ഷൻ 32 ടു സെക്ഷൻ 36 ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 31 നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡെഫിനിഷനാണ്. സെക്ഷൻ 32 ടു 36 വരെ അതിൻ്റെ എന്ത് പറയുന്നുണ്ട്, റൂൾസ് പറയുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ റൂൾ എന്താ, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻ്റ്. കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്, അത് ഒരു അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻ്റ് ഹാപ്പനിങ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഉണ്ടാവുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് സംഭവിക്കുക എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തത് പറഞ്ഞത്. ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻ്റ്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസർട്ടൻ ഇവൻ്റ് ഹാപ്പൻ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺട്രാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ എംഫോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ ഇവൻ്റ് ഇമ്പോസിബിൾ ആയി കഴിഞ്ഞാലോ, ഇൻ കേസ് അങ്ങനത്തെ ഒരു ഇവൻ്റ് ഇമ്പോസിബിളായി, നമുക്കത് ചെയ്യാൻ കഴിയൂല, ആ ഇവൻ്റ് ഇനി നടക്കൂല എന്ന് ഉറപ്പായി, അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, സച്ച് കോൺട്രാക്റ്റ് ഷാൾ ബി കൺസിഡേർഡ് ആസ് വോയിഡ്. അപ്പം അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻ്റ് ഹാപ്പൻ ചെയ്താൽ ഈ കോൺട്രാക്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി അത് അങ്ങനെ ഹാപ്പൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാണ്, അതായത് അങ്ങനെ സംഭവിക്കൂല, ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് അതായത് ഇമ്പോസിബിളായി മാറി, നമ്മൾ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻ്റ് എന്ന് പറയുന്നത് ഇമ്പോസിബിളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനെന്താണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയൂല. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ഹാപ്പനിങ് ഓഫ് എൻ ഇവൻറ്റുമായി ബന്ധപ്പെട്ടുള്ള റൂൾസാണ് പറഞ്ഞത്. ഹാപ്പനിങ് ഓഫ് ഇവൻ്റ് ആണെന്നുണ്ടെങ്കിൽ കോൺട്രാക്റ്റ് എപ്പോഴാണ് എംഫോഴ്സ് ചെയ്യാൻ പറ്റുക, അത് എംഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അത് ഹാപ്പൻ ചെയ്താൽ മാത്രമാണ്. ആ ഹാപ്പനിങ് ഇമ്പോസിബിളായ അത് വോയിഡായി മാറി. ഇനി നോൺ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ ഇവൻ്റ് ഹാപ്പൻ ചെയ്യാതിരിക്കുകയാണെങ്കിലാണ് പിന്നെ നോൺ ഹാപ്പനിങ് ഓഫ് എ ഫ്യൂച്ചർ ഇവൻ്റ് ഹാപ്പൻ ചെയ്യൂലെങ്കിൽ ആണ് എന്ത് ചെയ്യുക, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എംഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥിതി. അങ്ങനത്തെ കോൺട്രാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരു വിമാന കമ്പനി ജസ്റ്റ് എന്താണ് പറയാണ്, ഈ വിമാനം എന്ത് ചെയ്യാണ്, ഒരാളോട് പറയുന്ന കേസാണ്, ഈ വിമാനം റിട്ടേൺ ആയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമ്മൾ യാത്ര ചെയ്യുന്നൊരു വിമാനമാണ്, ഇൻ കേസ് ഈ വിമാനം തിരിച്ചു വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 15,000 രൂപ തരും എന്ന് പറയാണ്. അപ്പം ഡസ് നോട്ട് ഹാപ്പൻ ചെയ്യുന്നില്ലെങ്കിലാണ് എന്ത് ചെയ്യുക, ഈ പൈസ തിരിച്ചു തരിക എന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത് നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഫ്യൂച്ചർ ഇവൻ്റ് നോൺ ഹാപ്പനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് വരുന്നതെന്നുണ്ടെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ നമ്മൾ എന്താ പറയുന്നത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഇവൻ്റ് ഇമ്പോസിബിൾ ആയി കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, കോൺട്രാക്റ്റ് എംഫോഴ്സ് ചെയ്യുക. അതായത് ആ വിമാനം വരില്ല എന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അതായത് ഞാനിപ്പോൾ ദുബായിക്ക് ഒരു യാത്ര പോവാണ്, റിട്ടേണും ഉണ്ട്, അപ്പോൾ ആ റിട്ടേണും കൂടെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ റിട്ടേൺ ഇല്ല എന്നുണ്ടെങ്കിൽ വിമാന കമ്പനി പറയുന്നുണ്ട് എനിക്ക് 15,000 രൂപ റിട്ടേൺ കിട്ടും എന്നുള്ളത്. അങ്ങനെ എനിക്കപ്പോൾ ഈ കോൺട്രാക്റ്റ് എംഫോഴ്സ് ചെയ്യാൻ പറ്റുക, ആ വിമാനം തിരിച്ചു വരില്ല എന്ന് ഇമ്പോസിബിൾ, ആ സംഭവിക്കൂല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് എന്ത് ചെയ്യുക, ആ കോൺട്രാക്റ്റ് വോയിഡായി മാറുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഏതെങ്കിലും ഒരു ഇവൻ്റ് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ഡിപ്പെൻഡ് ഓൺ ഹാപ്പനിങ് ഓഫ് എ സ്പെസിഫൈഡ് അല്ലെങ്കിൽ ഫിക്സഡ് ടൈമിനുള്ളിൽ ഒരു ഇവൻ്റ് ഹാപ്പൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കേസാണെന്നുണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ റൂള് പറയുക എന്നുള്ളതാണ്. അതെങ്ങനെ ഒരു കേസ് പറയാം, ഞാൻ പറയുകയാണ് 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ BCom കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുക 10,000 രൂപ തരാമെന്ന് പറയാം. അപ്പോൾ എന്താണ് സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഇങ്ങനത്തെ കാര്യമാണെന്നെങ്കിൽ അതെങ്ങനെയാണ് എംഫോഴ്സ് ചെയ്യാൻ പറ്റുക, അത് എംഫോഴ്സ് ചെയ്യാൻ പറ്റുക ആ സ്പെസിഫൈഡ് ടൈമിൽ അത് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ കോൺട്രാക്റ്റ് എംഫോഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി അത് ആ കോൺട്രാക്റ്റ് പിന്നെ ഒരു നിലക്കും ഇനി ചെയ്യാൻ കഴിയൂല, ഇമ്പോസിബിളാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തു, കോഴ്സ്
ഡിസ്കണ്ടിന്യൂ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു, യൂണിവേഴ്സിറ്റി എന്തെങ്കിലും എക്സാമിൻ്റെ തരികിട കാരണത്താൽ ഡീബാർ ചെയ്യപ്പെട്ടു, ഇനി നിങ്ങൾക്ക് 3-4 കൊല്ലത്തിന് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, ആ ഇവൻറ്റ് ഇമ്പോസിബിൾ ആണ്. അല്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭം ഒന്നെങ്കിൽ ആ സന്ദർഭം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് വിക്കം വോയിഡായി മാറി. ഇനി അതേ ടൈമിൽ ഈ ഒരു കാര്യം ഒന്ന് ഇമ്പോസിബിളായി, രണ്ടാമത്തെ ആ ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്തില്ല, ഇങ്ങനെയാണെങ്കിലും ആ കോൺട്രാക്റ്റ് എന്തായി, വോയിഡായി മാറി. ഇനി അതെന്ത് ചെയ്യാൻ പറ്റൂല, നടത്താൻ പറ്റൂല എന്നുള്ളതാണ്. ഓക്കെ, ടെക്സ്റ്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ദീർഘിപ്പിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ അത് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യണ്ടേ, ഒരു 2-3 കോളത്തിലാക്കിയിട്ട് ഇതിനെ എന്ത് ചെയ്യണ്ടേ, എഴുതാൻ തരണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് എന്താണ്, ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ് വിത്തിൻ എ സ്പെസിഫൈഡ് ടൈം അല്ലേ. ഇനി നമ്മൾ പറയുന്നത് നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ് വിത്തിൻ ഫിക്സഡ് ടൈം, ഇന്ന ഡേറ്റിനുള്ളിൽ ഇത് സംഭവിച്ചിട്ടില്ലെങ്കിൽ തരാമെന്ന് പറയുന്ന കേസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നോക്കണേ. അതിനാദ്യം ഒരു ഉദാഹരണം പറയാം. ഇതേപോലെ തന്നെ നമുക്ക് ആ വിമാനത്തിൻ്റെ കേസ് എടുക്കാം. ആ വിമാനം 3-ാം തീയതിക്കുള്ളിൽ റിട്ടേൺ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഞാൻ ആ പൈസ തിരിച്ചു തരും എന്ന് പറയാം. ഇതൊക്കെ ചില ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനീൻ്റെ കേസിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്താണ്, ഓരോ മണിക്കൂറിലും ഇങ്ങനെ ഇത് കിട്ടും. അപ്പം ഓരോ മണിക്കൂറിലും എന്താണ്, ചില ടൂർ ഓപ്പറേറ്റിംഗ് കമ്പനികൾ അവർക്കൊരു 10-15 ഇതുണ്ടാവും, ബൈക്ക് സർവീസുകൾ ഉണ്ടാവും. അതങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ മണിക്കൂറിലും എന്ത് ചെയ്യും, ഈ ഓരോ പോയിൻറ്റും കവർ ചെയ്ത് പോകും. അപ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു തരും എന്ന് പറയുന്ന ഉദാഹരണം. അപ്പം ഉദാഹരണം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നതൊക്കെ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ മലപ്പുറത്തിൻ്റെ എല്ലാ പോയിൻറ്റിലും ഓരോ മണിക്കൂറിലും ഈ വണ്ടി എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണ്ടോട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ കൊണ്ടോട്ടി 1 മണിക്കൂറിനുള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരുമെന്ന് പറയുന്നത്. അതെന്താണ്, നോൺ ഹാപ്പനിങ് ഓഫ് എ ഇവൻറ്റ് വിത്തിൻ എ ഫിക്സഡ് ടൈം. ഇതിലും നമുക്ക് എന്താ പറയണത്, ഇതെങ്ങനെയാണ് കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്, ആ 1 മണിക്കൂറിനുള്ളിൽ ആ വണ്ടി വരിക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോസിബിളാണ്. അത്തരൊരു സന്ദർഭം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്തരം വണ്ടികളൊക്കെ എന്ത് ചെയ്തു, എന്തെങ്കിലും പ്രശ്നമായി, അല്ലെങ്കിൽ നമ്മൾ ഈ 1 മണിക്കൂറിനുള്ളിൽ വരേണ്ട വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടി ആക്സിഡൻ്റ് ആയി, ഇനി അത് കവർ ചെയ്യാൻ വേറൊരു വണ്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. അതിങ്ങനെ റൂട്ടിൽ കറക്റ്റ് ഓടുന്നല്ലേ, ഈ വണ്ടി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത വേറെ വണ്ടിയാണ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരിക. അതുകൊണ്ട് അങ്ങനെ ഒക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇമ്പോസിബിളായി മാറി. ഇനിയിപ്പോൾ ഈ വിമാനത്തിൻ്റെ കേസ് എടുക്കുക, 3-ാം തീയതിൻ്റെ ഉള്ളിൽ ആ വിമാനം തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞു, തിരിച്ച് റിട്ടേൺ പോന്നിട്ടില്ലെങ്കിൽ എന്ന് പറയുകയാണ്. പക്ഷേ ആ വിമാനം എന്തോ സാഹചര്യവശാൽ അത് കഴിയൂലെന്ന് കൺഫേമായി, അതിൻ്റെ ലൈസൻസ് റദ്ദാവുക, അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ, അങ്ങനെയാണെങ്കിൽ ആ ഇമ്പോസിബിലിറ്റി വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുക, ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ആ സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ എത്തിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എൻഫോഴ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി അടുത്ത എന്താണ് പറയുന്നത്, അതെങ്ങനെയാണ് ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാതിരിക്കാൻ കഴിയുക, ആ ടൈമിന് അത് വന്നു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്നല്ലേ പറഞ്ഞത്, ആ സംഭവിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റൂല. ഓക്കെ, പിന്നെ നമുക്ക് പറയാനുള്ളത് ഇമ്പോസിബിൾ ഇവൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇമ്പോസിബിൾ ഇവൻറ്റ് വെച്ചിട്ട് കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത് എന്താണ്, ഒരിക്കലും നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇമ്പോസിബിൾ ഇവൻ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റ് ആണെങ്കിൽ അതെന്താണ്, പിന്നെ അത് വോയിഡ് അഗ്രിമെൻറ്റിൽ നമ്മൾ കൂട്ടിയതാണ്, കോൺട്രാക്റ്റ് ആയിട്ട് തന്നെ വരില്ല. അപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഇന്ന ആളെ ജീവിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 രൂപ തരാം എന്ന് പറയുന്നത് എന്താണ്, ഈ ജീവിപ്പിക്കുകയാണെങ്കിൽ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ഒരു ലുക്ക് ഉണ്ടല്ലേ, പക്ഷേ അത് ഒരിക്കലും നമ്മൾ സമ്മതിക്കില്ല, അത് വോയിഡ് കോൺട്രാക്റ്റാണ്. ഇത്രയാണ്, ടെക്സ്റ്റിൽ കുറേ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി എഴുതാനുള്ള പോയിന്റുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് ആൻഡ് വേജറിങ് അഗ്രിമെൻറ്റ്. വേജറിങ് അഗ്രിമെൻറ്റും കണ്ടിജൻറ്റ് കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്താണ് ഡിഫറൻസ് നോക്കാം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, വേജറിങ് അഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിജൻറ്റ് അഗ്രിമെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ ഇതിൽ മെയിനായിട്ട് കുറച്ച് ഡിഫറൻസുകളുണ്ട്. ആ ഡിഫറൻസ് ഓരോന്നും നമുക്ക് വിലയിരുത്താം. ഒന്നാമത് വാലിഡിറ്റിയാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് അനുസരിച്ച് ഈ വേജറിങ് അഗ്രിമെൻറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കോർട്ട് ഓഫ് ലോയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ വാലിഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, വാലിഡ് ചെയ്യാൻ പറ്റും. അടുത്ത പറയുന്നത് റെസിപ്രോക്കൽ പ്രോമിസ് ആണ്. നമ്മളിപ്പോൾ വേജറിൻ്റെ കേസിൽ നോക്കാം, ചെന്നൈ ജയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരാമെന്ന് പറയുമ്പോൾ അപ്പുറത്ത് തിരിച്ചൊരു പ്രോമിസ് എന്താണ്, ചെന്നൈ മറ്റാൾ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ടും പൈസ തരാമെന്ന് പറയുന്നത് ഒരു പ്രോമിസിന് റെസിപ്രോക്കൽ പ്രോമിസ് ഉണ്ട്. എന്നാൽ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റ് എടുക്കുക, ഇൻഷുറൻസിൻ്റെ കേസ് എടുക്കുക, ഈ വണ്ടി പിന്നെ കേട് വന്നാൽ നിനക്ക് ഞാൻ 10,000 രൂപ തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങോട്ട് തിരിച്ചുണ്ടോ, കേട് വന്നിട്ടില്ലെങ്കിൽ 10,000 രൂപ എന്നുണ്ടോ,
കേട് വന്നാൽ 10,000 തിരിച്ചുണ്ടോ? റെസിപ്രോക്കൽ പ്രോമിസ് ഉണ്ടോ? അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോമിസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ റെസിപ്രോക്കൽ പ്രോമിസ് ഇല്ല, മറ്റേതിൽ വേജറിങ്ങിൽ റെസിപ്രോക്കൽ പ്രോമിസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നേച്ചർ ഓഫ് അൺസർട്ടൻ ഇവൻ്റ് ആണ്. അൺസർട്ടൻ ഇവൻറ്റിൻ്റെ പിന്നെ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേജറിങ്ങിൻ്റെ കേസിൽ ഈ അൺസർട്ടൻ ഇവൻ്റ് ആണ് എന്ത് കോറായിട്ടുള്ള ഫാക്ടർ. എന്നാൽ അതേസമയം കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ എന്താണ്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഇത് കൊളാറ്ററൽ ആയിട്ടുള്ള എന്താണ് സമാന്തരമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അതെന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞിരുന്നു, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റിൽ ഇപ്പോൾ ട്രെയിനിൻ്റെ വെഹിക്കിളിൻ്റെ ഒക്കെ ഉദാഹരണം പറഞ്ഞിരുന്നു. ആ വെഹിക്കിൾ വരാതിരിക്കുക എന്നുള്ളത് രണ്ടാളെ കേസിലും എന്തല്ല, അല്ലെങ്കിൽ വിമാനം വരാതിരിക്കുക എന്ന് പറഞ്ഞ രണ്ടാളെ കേസിലും മെയിനായിട്ടുള്ളൊരു ഫാക്ടർ ഒന്നല്ല. അത് വരാതിരുന്നാൽ അയാൾക്ക് കോമ്പൻസേഷൻ വേണം, അതൊരു കണ്ടീഷൻ വെച്ചു എന്നുള്ളൂ. എന്നാൽ വേജറിൻ്റെ കേസിലെടുക്കുക, ഈ മാച്ച് ജയിക്കുക തോൽക്കുക എന്നല്ലാത്ത വേറൊരു ചർച്ച അതിലില്ല. അതുകൊണ്ട് ഏറ്റവും കോറായിട്ടുള്ള കണ്ടന്റ് വേജറിൽ ആ ഇവൻ്റ് തന്നെയാണ്. എന്നാൽ നേരെ മറിച്ച് കണ്ടിജൻറ്റിൻ്റെ കേസിൽ അത് ഉണ്ടാവണം, എൻ്റെ ഇപ്പോൾ വണ്ടി കത്തണം എന്നുള്ളത് എൻ്റെ കോർ ഫാക്ടർ അല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം, പക്ഷെ രണ്ടാളുടെയും ഇതിൻ്റെ മെയിൻ ഉദ്ദേശം കത്തുക എന്നുള്ള ആ ഒരു ഇവൻറ്റ് സംഭവിക്കുക എന്നുള്ളതല്ല. ഓക്കെ, അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ആ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ, അതിൻ്റെ ആ നേച്ചർ, ആ ഇവൻറ്റിൻ്റെ നേച്ചറാണ് പറയുന്നത്. ഓക്കെ, ഇനിയുണ്ട് ഒരുപാട്. ലീഗൽ എഫക്റ്റ് വോയിഡ് ആണ്, മറ്റത് വാലിഡ് ആണ്. അതുപോലെ പിന്നെ ഇൻട്രസ്റ്റ് ഓഫ് ഔട്ട്കം ഓഫ് ഇവൻറ്റ്. ഔട്ട്കം ഓഫ് ഇവൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇവൻറ്റ് നടക്കുക. ഇപ്പം ഞാൻ ഒരു മാച്ച് ഫിക്സിംഗ് ആണെന്നുണ്ടെങ്കിൽ, മാച്ചുമായി ബന്ധപ്പെട്ടിട്ടാണ് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കണമെന്ന് അല്ലെങ്കിൽ നടക്കാതിരിക്കണം, ഞാൻ എന്താ പറഞ്ഞത്, അതിൻ്റെ ആ ഇവൻറ്റ് നടക്കണം എന്ന ബോധം അല്ലെങ്കിൽ നടക്കാതിരിക്കണം എന്നുള്ള ആ ഇൻട്രസ്റ്റ് നിർബന്ധമായിട്ടുണ്ടാവും. എന്നാൽ നേരെ മറിച്ച് ഇൻഷുറൻസിൻ്റെ കേസ് ഒക്കെ നോക്കുക, നമുക്ക് ആ വണ്ടി കത്തണം എന്ന് ഒരിക്കലും ഉദ്ദേശം ഉണ്ടാവില്ല, ഇൻഷുറൻസ് കിട്ടുകയാണെങ്കിൽ പോലും. അപ്പോൾ അതാണ് ഇതിലുള്ള മറ്റൊരു ഇൻട്രസ്റ്റ് ഓഫ് ഔട്ട്കം ഓഫ് ഇവൻറ്റ്. ആ ഔട്ട്കം ഓഫ് ഇവൻറ്റിൽ വലിയ ഇൻട്രസ്റ്റ് ഏതിലുണ്ടാവില്ല, വേജറിങ്ങിൽ ഉണ്ടാവും, മറ്റേതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇത്രയും കാര്യമാണ് എന്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കണ്ടിജൻറ്റ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് കോസി കോൺട്രാക്റ്റ് എന്താണ് ഡിസ്കസ് ചെയ്യാം. കോസി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മീനിങ് നമുക്ക് പറയാൻ പറ്റുക, ഇറ്റ് മീൻസ് എ കോൺട്രാക്റ്റ് വിച്ച് ലാക്ക് വൺ ഓർ മോർ ഓഫ് ദ എസെൻഷ്യൽ ഓഫ് ദ കോൺട്രാക്റ്റ്. എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ കോൺട്രാക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു, അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രാക്റ്റിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ എന്ത് ചെയ്തിട്ടുണ്ട്, ലാക്ക് ചെയ്തിട്ടുണ്ട്, അതില്ല. അത്തരം സാഹചര്യങ്ങളാണ് കോസി കോൺട്രാക്റ്റിൽ നമുക്ക് പറയാൻ പറ്റുക. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോസി കോൺട്രാക്റ്റിൻ്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി ഉണ്ടാവണം എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. നോ പേഴ്സൺ ഷാൾ ബി അലൗഡ് ടു എൻറിച്ച് ഹിംസെൽഫ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അനദർ. മറ്റൊരാളുടെ ചിലവിൽ ഞാൻ വലിയ പൈസക്കാരനാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, സംഭവിക്കില്ല. ആ ഒരു അടിസ്ഥാനത്തിലാണ് കോസി കോൺട്രാക്റ്റിന് എസെൻഷ്യൽ എലമെൻറ്റ് ഏതെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അതിനെന്ത് ചെയ്യുന്നത്, കോൺട്രാക്റ്റ് ആയിട്ട് പരിഗണിക്കണേ. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കോസി കോൺട്രാക്റ്റ്, എൻ്റെ പേഴ്സ് ഞാൻ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് മറന്നു വെച്ചു, ഒരു ഷോപ്പിൽ മറന്നു വെച്ചു, കയ്യിൽ നിന്ന് അറിയാതെ വെച്ച് പോയതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയ ആൾ അത് എനിക്ക് തരണം എന്നുള്ളത് എന്താണ്, നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്, അയാളെ ബാധ്യതയാണ്. അപ്പോൾ എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോമിസോ അക്സെപ്റ്റൻസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ലോ പറയാണ്, ഇംപ്ലൈഡാണ് അതിൽ ഈ ഒരു കാര്യം. അതാണ് പറയുന്നത്, എൻ്റെ ചിലവിൽ മറ്റൊരാൾ പണക്കാരനാവരുത്. അതാണ് ഇങ്ങനെ തന്നെ പറയുന്നത്, നോ പേഴ്സൺ ഷാൾ ബി അലൗഡ് ടു എൻറിച്ച് ഹിംസെൽഫ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അനദർ. മറ്റൊരാളെ ചിലവിൽ എന്ത് ചെയ്യണ്ട, ആൾ ഇതാവണ്ട എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോസി കോൺട്രാക്റ്റിൻ്റെ ഇത് പറയാം, ലീഗൽ എഫക്റ്റ് ഓഫ് കോസി കോൺട്രാക്റ്റ്. കോസി കോൺട്രാക്റ്റിൻ്റെ ലീഗൽ എഫക്റ്റുകൾ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ലീഗൽ എഫക്റ്റ് എന്ന് പറയാനൊന്നുമില്ല. എന്താണ് ലീഗൽ എഫക്റ്റ്? കോസി കോൺട്രാക്റ്റ് രണ്ടു പേർക്കും പിന്നെ ഉത്തരവാദിത്വം ഉള്ള ആൾക്ക് ഉത്തരവാദിത്തമുണ്ട്, അതുപോലെ റൈറ്റ് ഉള്ള ആളുകൾക്ക് റൈറ്റ് ഉണ്ട്. കോൺട്രാക്റ്റിൽ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ടോ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റണം, എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും. ബാക്കി നമുക്ക് എസെൻഷ്യൽസ് ഓഫ് എ കോസി കോൺട്രാക്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എസെൻഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് പറയാൻ പറ്റും, ഈ കോൺട്രാക്റ്റ് ഒരിക്കലും റിയൽ ആയിട്ടുള്ള കോൺട്രാക്റ്റ് അല്ല, പക്ഷേ ലോ പറയാണ് ഈ കോൺട്രാക്റ്റ് എന്താണ്, കോൺട്രാക്റ്റ് ആണെന്ന്. അതുകൊണ്ടാണ് ഈ ഒരു കോൺട്രാക്റ്റ് വന്നിട്ടുള്ളത്. നിയമപരമായിട്ട് നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഒന്നും ഏർപ്പെടുന്നില്ല, പക്ഷേ ലോ പറയാണ് ഇത് എന്താണ്, കോൺട്രാക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പറയുന്നത്, ഇത് ഒരു അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലൊന്നല്ല എന്ത് ചെയ്യുന്നത്, വരുന്നത്,
ഇതെന്താണ് ക്രിയേച്ചർ ഓഫ് എ ലോ, നിയമപരമായിട്ട് വന്നിട്ടുള്ള കാര്യമാണ്. അതായത് ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു ലോയിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആശയമാണ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് ആണ്, അല്ലാതെ എന്തല്ല അഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല. അതുപോലെ ഈ കോസി കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുള്ളത് ഒരാളുടെ ആ ഒരു പാർട്ടിക്ക് ലോ കൊടുത്തിട്ടുള്ള ഒരു ഡ്യൂട്ടീൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ആ പാർട്ടി ചെയ്തിട്ടുള്ള പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിലല്ല. ലോ കൊടുത്തിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് ഒരാളുടെ കളഞ്ഞു പോയ സാധനം നിങ്ങളെ കയ്യിൽ കിട്ടിയാൽ അയാളെ ഏൽപ്പിക്കണം എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്, അല്ലാതെ ഞാൻ തരാം എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പ്രോമിസ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല. അതുപോലെ അഞ്ചാമത്തെ പോയിൻ്റായിട്ട് ദ റൈറ്റ് അണ്ടർ ഇറ്റ് ഈസ് അവൈലബിൾ അഗെയിൻസ്റ്റ് സ്പെസിഫിക് പേഴ്സൺ ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് ദ വേൾഡ്. അതായത് ഈ റൈറ്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ എൻ്റെ പേഴ്സ് പോയിട്ടുണ്ട്, അതിൽ എൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ വേൾഡിൻ്റെ പേരിലല്ല, ജസ്റ്റ് ഒരാളെ പേരിലേ എനിക്ക് റൈറ്റ് ഉള്ളൂ. ആർക്കാണോ അത് കിട്ടിയത്, എൻ്റെത് കളഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നാട്ടുകാർ മുഴുവൻ എനിക്കത് എടുത്തു തരണം എന്നുള്ളതോ അല്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് തരണോ എന്നുള്ളത് എന്തല്ല, അങ്ങനെ എല്ലാവരുടെ പേരിലും റൈറ്റ് വരുന്നില്ല. ആരെടുത്താണോ കിട്ടിയത് അയാളുടെ പേരിൽ മാത്രമേ റൈറ്റ് വരുന്നുള്ളൂ. ജസ്റ്റ് എസെൻഷ്യലി എണ്ണി പോകാതെ ഉള്ളൂ. അതുപോലെ തന്നെ ഈ കിട്ടിയ വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് അത് കറക്റ്റ് അല്ലെങ്കിൽ കോഴ്സി കോൺട്രാക്റ്റ് ഉള്ള ആളുണ്ടല്ലോ, അയാളത് കറക്റ്റ്ലി ഡിസ്ചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ അതർ പാർട്ടി മറ്റേ പാർട്ടി അയാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോമ്പൻസേഷൻ വാങ്ങിക്കാനും എന്തുണ്ട്, അർഹതയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഒരു പോയിന്റ് പറയുന്നത്, ഈ ഒരു കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോസി കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കാര്യം കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ക്യാഷ് കിട്ടുന്നതിൻ്റെ കണക്ഷനിൽ മറ്റൊരാൾക്ക് ലയബിലിറ്റിയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കോസി കോൺട്രാക്റ്റിൻ്റെ മറ്റൊരു എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം പറയുന്നത്.